ഇറാനിലെ ചബഹാർ തുറമുഖത്തിന് ഏർപ്പെടുത്തിയ ഉപരോധ ഇളവ് അമേരിക്ക പിൻവലിക്കുന്നു. ഇന്ത്യൻ കമ്പനികളെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് പുതിയ നീക്കം. പാകിസ്ഥാനെ മറികടന്ന് മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കങ്ങൾക്ക് ചബഹാർ തുറമുഖം ഏറെ നിർണായകമായിരുന്നു. 2018 മുതലാണ് ഇന്ത്യ തുറമുഖത്തിന്റെ ചുമതല ഏറ്റെടുത്തത്. സെപ്റ്റംബർ 29 മുതലാണ് ഉപരോധം നിലവിൽ വരിക. സജു തോമസ് വിവരങ്ങൾ നൽകും. സജു, ഈ നീക്കം ഇന്ത്യയെ സംബന്ധിച്ച് എത്രത്തോളം തിരിച്ചടി നൽകുന്നതാണ്? അതന്നെ പ്രധാനമായിട്ടും ഇന്ത്യക്ക് വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഈ അമേരിക്ക ഏർപ്പെടുത്തിയ ഉപരോധം നിലവിൽ വരുന്നതോടുകൂടി വരുന്നത്. ഈ സെപ്റ്റംബർ 29 മുതലാണ് ചബഹാർ തുറമുഖത്തിനെതിരായിട്ടുള്ള അമേരിക്കയുടെ ഉപരോധ നടപടികൾ നിലവിൽ വരിക. 2019 മുതലാണ് ഈ തുറമുഖവുമായി ബന്ധപ്പെട്ടുള്ള നിയന്ത്രണങ്ങൾ ഇന്ത്യ ഏറ്റെടുക്കുന്നതും പ്രത്യേകിച്ച് പാകിസ്ഥാനെ മറികടന്നുകൊണ്ട് മധ്യേഷ്യയിലേക്കുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കം ഏറ്റവും കൂടുതൽ ബലപ്പെടുന്നതും ഇതിന്റെ പശ്ചാത്തലത്തിലാണ്. പ്രത്യേകിച്ച് ഈ ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള പ്രതിസന്ധി നിലനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തു നിന്നുള്ള പുതിയ നടപടി എന്നാണ് നമ്മൾ ഇപ്പോൾ വിലയിരുത്തുന്നത്. പ്രധാനമായിട്ടും ഈ തുറമുഖം വഴിയാണ് ഇന്ത്യ മധ്യേഷ്യയിലേക്കും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളടക്കമുള്ളവയിലേക്കുമുള്ള ഇന്ത്യയുടെ ചരക്കു നീക്കങ്ങൾ പ്രധാനമായിട്ടും നടക്കുന്നത്. എന്നാൽ ഇതിപ്പോൾ അമേരിക്കയുടെ ഉപരോധ ഇളവ് അമേരിക്ക പിൻവലിക്കുന്നതോടുകൂടി, അതായത് ഈ മാസം 29 മുതൽ പുതിയ ഒരു ഉപരോധം വരികയാണ്. അത് ഇന്ത്യൻ കമ്പനികളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കാൻ പോകുന്നത്. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ മധ്യ ഏഷ്യയിലേക്കും അതുപോലെ യൂറോപ്പിലേക്കുമുള്ള ഇന്ത്യയുടെ ചരക്ക് നീക്കത്തെയാണ് ഇത് ഏറ്റവും കൂടുതൽ രൂക്ഷമായി ബാധിക്കാൻ പോകുന്നത്. ഇന്ത്യൻ കമ്പനികൾക്ക് വലിയ നഷ്ടം ഉണ്ടാവാൻ പോവുകയാണ്. എന്തായാലും അമേരിക്ക ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയ അധിക തീരുവയ്ക്ക് പിന്നാലെയാണ് ഇപ്പോൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നൊരു പുതിയ നടപടിയും കൂടി ഉണ്ടാകുന്നത്. ഇന്ത്യയുടെ വാണിജ്യ മേഖലയ്ക്ക് ഏറ്റവും കൂടുതൽ വെല്ലുവിളിയാകാൻ പോകുന്ന ഒരു പ്രതിസന്ധിയായിട്ട് നിലനിൽക്കും. പ്രത്യേകിച്ച് ഇപ്പോൾ ഈ റഷ്യയിൽ നിന്ന് അധികമായിട്ട് ഇന്ത്യ എണ്ണ ഇറക്കുമതി ചെയ്യുന്നതിനൊക്കെ ഏറ്റവും സഹായകമായി മാറിയത് ഈ ചബഹാർ തുറമുഖമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകണമെന്നുള്ള പ്രധാനപ്പെട്ട ഒരു ആവശ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുൻപോട്ട് വെച്ചത്. അതിൽ നിന്ന് ഇന്ത്യ പിന്നോട്ട് പോകാൻ തയ്യാറല്ലെന്നും വീട്ടടക്കമുള്ള ഭക്ഷ്യവസ്തുക്കൾ അമേരിക്കയിൽ നിന്ന് ഇറക്കുമതി ചെയ്യില്ല എന്നും ഇന്ത്യ വ്യക്തമാക്കിയതോടുകൂടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു പുതിയ നീക്കമെന്ന് വേണം വിലയിരുത്താൻ. വിവരങ്ങൾ നൽകിയത് സജു തോമസ്.